നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്യോ എന്ത് കുന്തം ചെയ്ത് നീ പുറത്തു വിട്ടാൽ എനിക്ക് പ്രശ്നമല്ല. മനസ്സിലായില്ലേ? കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ കൂടുതൽ തെളിവാ. മനസ്സിലായില്ലേ? മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. എന്റെ കാലങ്ങൾ പൊട്ടനോടെ പിന്നെ കൈകാര്യം ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. ദിയ കൃഷ്ണയും OBOC എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരും തമ്മിലുള്ള പ്രശ്നത്തിൽ ടെസ്റ്റ്. ദിയ കൃഷ്ണ പറയുന്നത് പോലെ തങ്ങളൊരു പൈസ പോലും തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്നാണ് പരാതിക്കാരായ യുവതികൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അവകാശപ്പെട്ടത്. മാത്രമല്ല തങ്ങൾ 3 പേരും ഒരുമിച്ച് ജോലി വിട്ടുപോയതിന് ദിയ പ്രതികാരം ചെയ്യുകയാണെന്നും ഇവർ ആരോപിക്കുകയുണ്ടായി. എന്നാൽ ദിയയിൽ നിന്നും പണം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് യുവതികൾ കുറ്റസമ്മതം നടത്തുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50,000 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ടെന്ന്. ഈ വീഡിയോയിൽ 50,000 രൂപ വെച്ച് തങ്ങൾ എടുത്തിട്ടുണ്ടെന്നും യുവതികൾ ദിയയോട് സമ്മതിക്കുന്നത് വ്യക്തമാണ്. ചേച്ചി അതല്ലേ ചേച്ചി പറഞ്ഞത്, 50,000 ഒരാൾ വെച്ച് എടുത്തിട്ടുണ്ടെന്ന്. നേരത്തെ യുവതികളുമായി കൃഷ്ണകുമാറും അഹാനയും അടക്കം സംസാരിക്കുന്ന വീഡിയോയുടെ ഭാഗം കൃഷ്ണകുമാർ പുറത്തുവിട്ടിരുന്നു. ഈ വീഡിയോയിൽ യുവതികൾ പറയുന്നുണ്ട് തങ്ങൾ 3 ചേർന്ന് പണം വീതിച്ച് എടുത്തിട്ടുണ്ട് എന്ന്. 1500 രൂപ കിട്ടിയാൽ 500 വെച്ച് 3 പേരും എടുക്കുകയാണ് ചെയ്യാറുള്ളതെന്നും ഇവർ പറയുന്നു. എന്നാൽ യുവതികൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്തരത്തിൽ തങ്ങളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി അവർ പറയിച്ചു എന്നാണ്. എന്നാൽ ദിയയുമായി ഇവർ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ യുവതി കുറ്റസമ്മതം നടത്തുകയും അതിന് മാപ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. ദിയ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇവരോട് പ്രതികരിക്കുന്നത്. നിങ്ങൾക്ക് 3 പേർക്കും ജീവിക്കാൻ പറ്റാത്ത രീതിയിലാക്കും. എത്ര രൂപയാണ് പറ്റിച്ചിരിക്കുന്നത് എന്ന് ദിയ ചോദിക്കുന്നു. അക്കാര്യം തങ്ങൾ ഓപ്പണായി പറഞ്ഞതല്ലേ ചേച്ചിയെന്ന് വിദ്യ എന്ന യുവതി പറയുന്നു. ചേച്ചിയെന്ന് വിളിച്ചാൽ പല്ലടിച്ച് പൊട്ടിക്കുമെന്നാണ് ദിയ മറുപടി പറയുന്നത്. ചേച്ചി അത് നേരത്തെ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞതല്ലേ. നിങ്ങളോട് നിങ്ങൾ സത്യം പറയല്ലോ, നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്റെ മാന്യമായ സൈഡ് മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. എന്നത് കാണിപ്പിച്ചു. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് കട്ടുമോട്ടിച്ചു അല്ല ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ മാന്യമായ മുഖമേ കണ്ടിട്ടുള്ളൂ. നിങ്ങളെക്കാൾ താർ സൈഡ് എനിക്കുണ്ട്. പക്ഷേ അത് കട്ടും മോഷ്ടിച്ചിട്ടുമല്ല എന്നും ദിയ പറയുന്നു. അപ്പോൾ കൂടെയുള്ളവർ ഇതൊന്നും കേട്ടുകൊണ്ടിരിക്കാൻ വയ്യെന്നും ആത്മഹത്യ ചെയ്യുമെന്നും ദിയയോട് പറയുന്നതും വീഡിയോയിൽ കാണാം. തുടർന്നാണ് ദിവ്യ പറയുന്നത് ചേച്ചി 50,000-നകത്ത് രൂപ ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്ന്. എന്നാൽ അത് മാത്രമല്ല അതിൽ കൂടുതൽ തുകയുണ്ടെന്ന് ദിയ അവകാശപ്പെടുന്നു. മുഴുവൻ തെളിവും കിട്ടിയ ശേഷം സ്റ്റേഷനിലേക്ക് പോകുമെന്നും അതിനു മുമ്പ് നിങ്ങൾ ചാവുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്നും ദിയ പറയുന്നുണ്ട്. നിങ്ങൾ 3 പേരുടെയും ജീവിതം തുറയ്ക്കാൻ താൻ റെഡിയാണ്. ഗർഭിണിയാണോ എന്നതൊന്നും ഇപ്പോൾ വിഷയമല്ലെന്നും നാട് മുഴുവൻ അറിയുന്ന പോലെ നിങ്ങളെ പൂട്ടുമെന്നും ദിയ പറയുന്നു. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50,000 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ടെന്ന്. ജീവനോടെ നിങ്ങൾ ഉണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഗർഭിണി എന്റെ കോപ്പ് കൊടുത്തൊക്കെ തീർന്നു. അതിന് ഉച്ചവരെ മനസ്സിലായില്ലേ? ഇന്ന് ഉച്ചവരെ ഉള്ളൂ എനിക്കത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? അണ്ടഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? നാട് മുഴുവൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കാൻ പോവാണ്. ഞാൻ കൂട്ടാൻ പോവുകയാണ്. അതല്ലേ മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ? മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചോണ്ടിരുന്നോ? മനസ്സിലായില്ലേ? വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കളിക്കാൻ. വളരെ മോശപ്പെട്ട ആളാണ് നിങ്ങൾ ഇറങ്ങി. മനസ്സിലായില്ലേ? ഒരു പെണ്ണാണ് ഞാനൊന്നും പറഞ്ഞിട്ട് തന്നെ വായിട്ട് ഒരച്ച് നിങ്ങൾ കുറച്ചാൾ മഴ തിരികൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. കേട്ടാ ചേച്ചി സോറി എന്ന് യുവതി പറയുന്നുണ്ട്. ആരോടാണ് സോറി എന്ന് ദിയ പൊട്ടിത്തെറിച്ചു. നിങ്ങൾക്ക് ലോകത്തെവിടെയും പോകാൻ പറ്റാത്ത രീതിയിലാക്കും. ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാനാക്കും.
നിങ്ങളെ അനിയത്തിമാരെ പോലെ കണ്ടു. എന്നിട്ട് നിങ്ങൾ എന്നോട് എന്താണ് ചെയ്തതെന്നും ദിയ ചോദിക്കുന്നു. ചേച്ചി സോറി ചേച്ചി. സോറിയല്ല, മനസ്സിലായില്ലേ? സോറിയാ? സോറി ആർക്ക് സോറി? ആർക്കതായി സോറി പറയണം? ആർക്ക് വേണ്ട സോറി? പറഞ്ഞല്ലോ, എഴുതി വെച്ചോ. യൂട്യൂബ് ചാനലിലൂടെ പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ നോക്കി. യൂട്യൂബിലൂടെ നിങ്ങളുടെ സ്റ്റേഷൻ ഞാൻ തോന്നി. നിങ്ങൾക്ക് ലോകത്ത് എവിടെയും പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും. മനസ്സിലായല്ലോ? ലൈഫിൽ നിങ്ങൾ വാട്സാപ്പിൽ പ്രൊഫൈൽ പിക്ചർ ഇടൂല. അത് ഇന്ന് നിങ്ങൾ നിർത്തും. ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിംഗ് ആണ്. ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും. മനസ്സിലായില്ലേ? മനസ്സിലായല്ലോ? നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി ഞാൻ പറഞ്ഞു. ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ മിസ്റ്റേക്സ് കാണിക്കല്ലേ, പ്ലീസ് 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 എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി. നിങ്ങൾ അനിയത്തിമാരെ പോലെ കണ്ടു നോക്കി. ഞാൻ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി. ഞാൻ ചെയ്തിട്ട് എന്നോട് നിങ്ങൾ ചെയ്ത് എന്താണ്? നിങ്ങൾ എന്താ എന്നോട് ചെയ്ത്? താൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിട്ടുണ്ട്. ആരോട് ചോദിച്ചിട്ടാണ് അത് വിറ്റത്? 55,000 രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ടാണ് വിറ്റത്? തന്നോടോ അശ്വിനോടോ ചോദിച്ചോ എന്നും ദിയ ചോദിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ, ഇപ്പൊ ദിവ്യക്ക് അയച്ചിരിക്കുന്ന കസ്റ്റമർ, അവരെനിക്ക് തൊഴിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം അവരുടെ എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പൈസ തന്നിരിക്കുന്നത്. അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ്. അതിന്റെ അച്ഛ എടുത്ത സ്റ്റോക്കാണോ ദിവ്യ? അത് മറ്റേ അച്ഛൻ മൈസൂരിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത്? ദിവ്യ ആ ട്രെയിൻ കയറി മൈസൂരിൽ പോയി എടുത്ത സ്റ്റോക്കാണോ അത്? അല്ല, പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത്? അത് ആരോട് ചോദിച്ചിട്ട് ദിവ്യ വിറ്റു? 55,000 രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു? എന്നോട് ചോദിച്ചോ? അശ്വിനോട് ചോദിച്ചോ? ആരോട് ചോദിച്ചു? പറ. ഇത്രയും നേരം അശ്വിൻ സത്യം പറന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചോണ്ടിരുന്നേ? മാന്യമായിട്ടാണോ ദിവ്യ ചോദിച്ചോണ്ടിരുന്നേ? നേരിട്ട് കണ്ടിരുന്നെങ്കിൽ ചെപ്പടിച്ച് പൊട്ടിച്ചനെ എന്നും കോൾ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടാൽ ഒരു കുഴപ്പവും തനിക്കില്ലെന്നും ദിയ പറയുന്നു. ഗർഭിണിയായ തന്നെ മാനസികമായി പീഡിപ്പിച്ചതിനും കേസ് കൊടുക്കുമെന്നും ഫോൺ കോളിൽ ദിയ പറയുന്നു. കാല് പിടിക്കുമെന്നും ഞങ്ങൾക്ക് വേറെ വഴിയില്ലെന്നും ദിവ്യ പറയുമ്പോൾ കാലിലെങ്ങാനും തൊട്ടാൽ കൈയരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കുമെന്നും ദിയ പൊട്ടിത്തെറിച്ചു. ചേച്ചി അതല്ലേ ചേച്ചി പറഞ്ഞത്, 50-നകത്ത് ഒരാൾ വെച്ച് എടുത്തിട്ടുണ്ട്. 50-ണ്ടല്ലോ ചെപ്പടിച്ച പൊട്ടിന് 50-നകത്ത് നീ പറഞ്ഞ നീ ഇനി 50-നകത്തെന്ന് പറഞ്ഞ വിവരം അറിയും. പൊന്നാര മോളെ, നീ വിവരം അറിയും. മനസ്സിലായില്ലേ? നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്യോ എന്ത് കുണ്ട ചെയ്ത് നീ പുറത്തു വിട്ടാൽ എനിക്ക് പ്രശ്നമല്ല. മനസ്സിലായില്ലേ? കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഫുള്ള് തെളിവാ. മനസ്സിലായില്ലേ? മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു. ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട്. എന്റെ കൊച്ചിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു നിങ്ങളെ കാരണം. ട്രിപ്പ് എടുത്ത് കിടക്കുമായിരുന്നു നിങ്ങളെ കാരണം. മനസ്സിലായില്ലേ? ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് എണ്ണിപ്പിക്കും. ദിവ്യ, പ്രത്യേകിച്ച് ദിവ്യ ഇത്ര നേരം നമ്മൾ ചോദിച്ചിട്ട് ഇതിനൊരു ഒറ്റ സ്ക്രീൻഷോട്ട് നീ എനിക്ക് അയച്ചതിലൂടെ എന്നിട്ട് എന്താ പറഞ്ഞ പങ്കിട്ടിരുന്നാ ഒരൊറ്റ അടി വെച്ചില്ല. പങ്കിട്ടെന്നൊക്കെ നീ പറഞ്ഞില്ലേ? കേട്ടല്ലോ, നീ ഒരടിക്കുള്ളതേ നീ ഉള്ളൂ. കേട്ടല്ലോ, ഒരൊറ്റ അടിക്കുള്ളതേ നീ ഉള്ളൂ. അത് ഞാൻ വിചാരിച്ചാൽ മതി, വേറെ ആരും വിചാരിക്കണ്ട. പോലീസൊന്നും ഞാൻ ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളൂ. മനസ്സിലായല്ലോ? മനസ്സിലായോ ഇല്ലയോ ദിവ്യക്ക്? ആ നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വാ. പോലീസ് സ്റ്റേഷനിൽ എന്നെ ആരും സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോ വിളിച്ചിട്ടായാലും ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും. കാര്യം ഇതിന് എനിക്കൊരു ഉത്തരം വേണം. നിനക്കൊക്കെ എന്തോന്ന് ഇനി സ്റ്റേഷനിൽ തരാൻ പറ്റില്ലല്ലേ? കാര്യം എന്ത് ഇരിക്കല്ലേ? എന്തൊക്കെ ഹോൾസെയിൽ പർച്ചേസസ് അവിടെ വന്നെന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റൂ. മനസ്സിലായില്ലേ? ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി ചേച്ചി, കണ്ടവരുടെ പാർസൽ ലൈഫ് വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ. മനസ്സിലായില്ലേ? ആണോ അല്ലയോ ദിവ്യ? ആണോ അല്ലയോ? വാ തുറക്ക. എന്റെ കാലങ്ങൾ തൊട്ടോടെ പിന്നെ കൈ അരിഞ്ഞ് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. എന്റെ കാലത്തിന്റെ അടുത്ത് വരെ നിനക്കൊന്നും പറ്റില്ല. നാറിയ കേസുകൾ